കാണിക്കാൻ പോകുന്നത് ഇന്നൊരു പടക്കങ്ങളാണ് കേട്ടോ. എല്ലാം ഒരു ഇൻട്രൊഡക്ഷനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കുറേ പടക്കങ്ങൾ ഈ തവണ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വിഷു ഒക്കെ ആയതുകൊണ്ട് ഓരോന്നും വെക്കാമെന്ന് വെച്ചാൽ നമ്മുടെ പാർട്ട് 1 ആണ്. പാർട്ട് 1 നമ്മൾ ഈ പടക്കങ്ങളെ കുറിച്ച് പറയുള്ളൂ, പേരും സംഭവങ്ങളും പറയും. പാർട്ട് 2 നമ്മൾ ഇത് പൊട്ടിക്കുന്നതൊക്കെ കാണിക്കുക. അതിന് നേരമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നേരെ കടന്നാലോ ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യമായി കാണാൻ പോകുന്നത് നമ്മുടെ താജിൻ്റെ മാലപ്പടക്കങ്ങളാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ മാലപ്പടക്കങ്ങൾക്ക് ഒക്കെ കുറേ ഇതുണ്ട് കേട്ടോ. എത്രയാണ് സാധാരണ നമ്മൾ വാങ്ങിനേക്കാളും കുറച്ചുകൂടി ഇരട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്തവണ കുറച്ചുകൂടി ഇരട്ടി വലിപ്പത്തിലും അതേപോലെ സൈസുമായിട്ടാണ് നമുക്ക് ഈ തവണ മാലപ്പടക്കങ്ങൾ കിട്ടുന്നത്. ചെറിയൊരു ബോക്സ് ആട്ടോ ഗൈസ്. വലിയ വലിയൊന്നും ഇല്ലാത്ത ചെറിയൊരു ബോക്സാണ്. എത്ര ഇത് കുറച്ച് സംഭവമുണ്ട്. ക്ലാസ്സോ ഡിവിഷനും സംഭവങ്ങളൊക്കെ എഴുതി നമുക്കൊന്ന് ആദ്യം വായിച്ചു നോക്കാം. NCLE ക്ലാസ് 7 ഡിവിഷൻ 2 സബ് ഡിവിഷൻ 2 ഗൈസ്. ഇതെന്താണ് സംഭവം? കണ്ടിട്ട് ജെയിൻ ക്രാക്കേഴ്സ് സംഭവം നമ്മുടെ മാലപ്പടക്കാണ്. എന്നിട്ടും ക്ലാസ് എഴുതി നമ്മൾ ഇതെന്താ സ്കൂൾ പടക്കം. അപ്പോൾ നമുക്ക് അടുത്ത പടക്കത്തിലേക്ക് നീങ്ങിയാലോ ഗൈസ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന ചിക്പുട്ട് ഡീലക്സ് എന്നൊരു പടക്കാണ്. നമ്മളെ പിരി പടക്കമില്ലേ, അതാണ് സംഭവം. കാണിച്ചേരെ ഇതിൽ ടോട്ടലി 8 എണ്ണം വെച്ച് വരുന്നുണ്ട്. 2 ഗ്രീനും ബാക്കി 6 പച്ചയും. അങ്ങനെ അല്ല, സോറി ഗൈസ്, 2 ഗ്രീനും 6 റെഡും ആയിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് സംഭവം നിങ്ങൾക്ക് ചിലവരൊക്കെ കണ്ടു കാണും. ഇവിടെ തീ ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടിക്ക് ഇങ്ങനെ ഓലപ്പടക്കം പോലെ ഇറങ്ങിയിട്ട് ഇപ്പന്ന് പൊട്ടിത്തെറിക്കും, പിരിപിരിന്ന് പൊട്ടിത്തെറിക്കും. അടുത്തൊക്കെ വെച്ചാൽ ഡേഞ്ചറാണ്. അപ്പോൾ അടുത്ത സംഭവത്തിൽ ഇത് ഞാൻ വിളിക്കുന്ന പേര് ചുറുചുറുക്കുള്ള പയ്യൻ എന്നാണ് ഇതിനെ വിളിക്കുക. കാരണം ഇത് നല്ല പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന പടക്കമായതുകൊണ്ട് ഞാൻ ഇതിനെ ചുറുചുറുക്കുള്ള പയ്യൻ എന്നാണ് ഇതിനെ വിളിക്കാറ് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത പടക്കത്തിലേക്ക് നീങ്ങിയാലോ ഗൈസ്. വീണ്ടും നമ്മളൊരു മാലപ്പടക്കമാണ്. പക്ഷേ ഇത് പ്രത്യേക രീതിയിൽ മാലപ്പടക്കമാണ്. നമ്മുടെ നേരത്തെ കാണിച്ച മാലപ്പടക്കം വേറെ രീതിയായിരുന്നു. അത് സാധാരണ മാലപ്പടക്കം പോലെ തന്നെ പൊട്ടും. പക്ഷെ ഇത് മറ്റേ ഇലക്ട്രിക് റേസ് പോലത്തെ രീതിയിലാണ് പൊട്ടുക. അതാണ് ഇലക്ട്രിക് ചോർസ ക്രാക്കേഴ്സ് കിട്ടുന്നത്. മാത്രമല്ല ഇതിൻ്റെ തിന്നുമാണ്, വളരെ തിന്നാണ്. അതേപോലെ സെറ്റും കുറവാണ്. ഇത് മാലപ്പടക്കങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ചെറിയൊരു ടൈപ്പാണ്. കാരണം നല്ല വിലയുണ്ട് കേട്ടോ ഈ സെറ്റിന്. ഈ മാലപ്പടക്കം ഈ ഇലക്ട്രിക് ക്രാക്കർ സെറ്റിന് നല്ല വില ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് രസമുള്ളൊരു സിംഹത്തിൻ്റെ ചിത്രമൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത പടക്കങ്ങളിലിട്ട് പോയാലോ ഗൈസ്. നമ്മുടെ ഇനി അടുത്ത പടക്കം ഏതാണെന്ന് ഗസ് ചെയ്ത് നോക്കിയാലോ. ഇത് ലാത്തിത്തിരിയല്ല, അത് കാരണം നമുക്ക് നോക്കിയാലോ എന്താണ് ഗൈസ്. ഇത് നമ്മുടെ സ്വന്തം റോക്കറ്റ് കുട്ടന്മാരാണ് ഗൈസ്. കണ്ടോ ഗൈസ്, നമ്മുടെ സ്വന്തം റോക്കറ്റ് കുട്ടന്മാർ. എന്തൊരു നീളം, വാ. എല്ലാവരും താഴേക്ക് ഇതാ X മാർക്ക് പോലെ വീഴുന്നു ഗൈസ്. ഇതിപ്പോൾ ഒരു നല്ല വലുപ്പമുള്ള റോക്കറ്റാണ് കേട്ടോ. പക്ഷെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ കറക്റ്റ് പോകുന്നെങ്കിൽ അറിഞ്ഞൂടാ. അങ്ങനത്തെ ഒരു റോക്കറ്റാണ്. നല്ല നീളമുണ്ട്. സ്റ്റാൻഡൊക്കെ അങ്ങനെ ഇരിക്കുന്നൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് കേട്ടോ ഗോൾ ബാൻ ചെറിഞ്ഞോട് കറക്റ്റ് പോകുമെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് അടുത്ത പടക്കത്തിലേക്ക് നീങ്ങിയാലോ ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്ത പടക്കം ചക്രങ്ങളാട്ടോ. ഇത് സാധാ രീതിയിൽ ചക്രമല്ല, ചെറുതാണ്. എന്നാലും നല്ല ഫോഴ്സുള്ള ചക്രങ്ങളാണ്. കുറച്ച് നേരം നിൽക്കും. ചെറുതായതുകൊണ്ട് സാധാ ഈ ചെറുത് വലിപ്പത്തിൻ്റെ അത്രയെങ്കിലും സാധാ ഇത്തിരി ഒരു നിൽക്കുന്നതൊക്കെയാളും 2-3 സെക്കൻഡ്സ് കൂടുതൽ ഇത് നിൽക്കും കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിത് ടോട്ടലി കിട്ടുന്ന ചക്രങ്ങൾ ഒരു 7 ചക്രങ്ങളാട്ടോ ഗൈസ് നമുക്ക് ടോട്ടലി കിട്ടുക. അപ്പോൾ നമുക്ക് ഇത് സോറി ഗൈസ്, നമുക്ക് 7 തന്നെയാണ് കിട്ടുക. തെറ്റിപ്പോയി, അയ്യോ ഞാൻ പറഞ്ഞത് തെറ്റിയൊന്നുമില്ല. ഞാൻ വേറൊരു കാര്യമാണ് പറഞ്ഞത്. ഇതാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലൂ സ്റ്റാർ നമ്മളുടെ ഈ വാട്ടർ പൈപ്പ് സംഭവങ്ങളുടെയും ഇതൊക്കെയാണ് നമുക്കിവിടെ ചക്രങ്ങളുടെ കമ്പനി ആയിട്ട് കിട്ടിയത്. എങ്ങനെയുണ്ട് ഒന്ന് നോക്കിയേ. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത പടക്കത്തിലേക്ക് നീങ്ങിയാലോ ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത സംഭവമാണ് നമ്മുടെ മീറ്റിയോർ ഷവർ. ഈ മീറ്റിയോർ ഷവർ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇതിങ്ങനെ കണ്ടിട്ട് ഒരു പൂക്കുറ്റി പോലത്തെ ചിത്രമൊക്കെയാണ് തരുന്നത്. പക്ഷെ ശരിക്കും ഇൻസ്ട്രക്ഷൻസ് നോക്കിയാൽ നമുക്ക് വേറെയാണ് ആണോ. ഇൻസ്ട്രക്ഷനിൽ ചിത്രം ഏതോ മറ്റേ ഇങ്ങനത്തെ സംഭവം വരുന്നത് മൾട്ടി കളേഴ്സിൽ കത്തുന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ സാധനം നല്ല വലിപ്പമുണ്ട്. കണ്ടിട്ട് ഇതൊരു വലിയ പൂക്കുറ്റി ഇരിക്കുന്ന പോലെ മേശപ്പൂവ്.
അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് വേറെ നോക്കാം. ഇതെന്താണെന്ന് നമുക്ക് അടുത്ത പാർട്ട് 2-ൽ പൊട്ടിക്കുമ്പോൾ മനസ്സിലാവും ഗൈസ്. അപ്പോൾ നമുക്കിത് അടുത്ത പടക്കത്തിലേക്ക് നീങ്ങിയാലോ ഗൈസ്? അടുത്തത് നമ്മുടെ കമ്പിത്തിരി പോലത്തെ വലിയൊരു പടക്കം കേട്ടോ ഗൈസ് കിട്ടിയത്. ഇത് കണ്ടോ, കമ്പിത്തിരി തന്നെയാണ്, പക്ഷേ ഈ ലാത്തിരി പോലത്തെ ഒരു തീയാവും വരിക. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ തരം പടക്കമാണ് തോന്നുന്നു. ഞങ്ങളിത് ആദ്യമായിട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് നമുക്ക് പാർട്ട് 2-ൽ പൊട്ടിക്കുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത പടക്കത്തിലേക്ക് വേഗം നീങ്ങാം. നമുക്ക് സമയം കളയണ്ട, നമുക്ക് അടുത്ത വേഗം പടക്കത്തേക്ക് വേഗം നമുക്ക് നീങ്ങാം ഗൈസ്. ഇത്തവണ നമ്മൾ ബിസ്ക്കറ്റാണ്. ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വേറെ തരം പടക്കങ്ങളാട്ടോ. ബിസ്ക്കറ്റൊന്നും ആയിരുന്നില്ല ആരും വിചാരിക്കേണ്ട. ഇത് നമ്മുടെ കമ്പിത്തിരിയാണ് കേട്ടോ, പക്ഷെ ഒരു പ്രത്യേക രീതിയാണ് കണ്ടോ. ഒരെണ്ണം ഗോൾഡൻ കളറിലാണ് തോന്നുന്നു. ഞങ്ങളിതൊക്കെ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. ബാക്കിയൊക്കെ സാധാരണ രീതിയിലേക്കാണ് എപ്പോഴും വാങ്ങുക. ഇത്തവണ കുറച്ച് സ്പെഷ്യലായി വാങ്ങി. അപ്പോൾ ഇത് ഞങ്ങൾ ഒരു തവണ പൊട്ടിച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇലക്ട്രിക് റേസ് പോലെയാണ് പൊട്ടുക. ഇതെങ്ങനെയാണെന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് കിക്കാറ്റിനൊക്കെ എഴുതിയിട്ടുണ്ടോ ഗൈസ്? അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ നോക്കിയാൽ ഇവിടെ അടിയിൽ എഴുതിയിട്ടുണ്ട് കളേർഡ് സ്പാർക്കിൾസ്, ഇലക്ട്രിക് സ്പാർക്കിൾസ്. അപ്പോൾ കാര്യം നമുക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ഒന്ന് ഇലക്ട്രിക് സ്പാർക്കിളും രണ്ടാമത് കളേർഡ് സ്പാർക്കിളാണെന്നാണ് തോന്നുന്നത്. മാത്രമല്ല വലിയൊരു സിനിമയുടെ കിഡ്സിനുള്ള സിനിമയുടെ ഒരു ക്യാരക്ടറിന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പേര് സ്റ്റുവർട്ട് ലിറ്റിൽ. ഇംഗ്ലീഷ് സിനിമ കാണുന്നവർക്ക് മനസ്സിലാവുണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത പടക്കത്തിലേക്ക് നീങ്ങിയാലോ ഗൈസ്? ഇത് രണ്ട് ചെറിയ പടക്കങ്ങളാട്ടോ. അതെ, ഇതിൻ്റെ കോൽ ഇത്രയുണ്ട്, പക്ഷെ പടക്കതേ ആകെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ്. അങ്ങനെ ഇവിടെ മുതൽ ഇവിടെ വരെ ആകെ വളരെ ചെറുതാണ് കേട്ടോ. ഒന്നിൻ്റെ പ്രത്യേകത ഞങ്ങൾക്കിതറിയാം. ഒന്നിൻ്റെ പ്രത്യേകത ഞാൻ സാധാ രീതിയിൽ ഒരു പ്രത്യേക രീതിയിലാവും പൊട്ടുക. രണ്ടാമത്തത് ഞാനൊരു മാജിക് സ്പാർക്കിൾസിൻ്റെ രീതിയിലാവും ഇത് പൊട്ടുണ്ടാവുക. അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഗൈസ്. ഇത് ഞങ്ങൾ വാങ്ങിയതാണ് ഓൾറെഡി. അപ്പോൾ നമുക്ക് അടുത്ത പടക്കത്തിലേക്ക് പോയാലോ? അടുത്ത ഗൈസ് നമ്മൾ ലാത്തിരി കേട്ടോ. ബാക്കിയുള്ള ചിലവരെന്തൊക്കെ വിളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, മറ്റേ പേരൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം മിക്ക പേർക്കും അറിയണോണ്ട് ഇതിലങ്ങനെ ഓരോന്നും പറഞ്ഞ സമയം കളയണില്ല. വേഗം തന്നെ നമ്മൾ അടുത്ത മെയിൻ പടക്കത്തിലേക്ക് നീങ്ങാം കേട്ടോ ഗൈസ്. ഇവന് നമ്മൾ കുറേ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ തീ കൊടുത്താൽ ഇവൻ അതായത് ഈ മയിലിൻ്റെ പീലി പോലെ പടക്കം പൊട്ടും എന്നാണ് പറയുന്നത്. കണ്ടിട്ടില്ല, ഓരോ വീഡിയോസ് കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അത് നോക്കി വാങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ഇത് കണ്ടോ 3 തുളകളും വരുന്നുണ്ട്. അത്യാവശ്യം വെയിറ്റും വരുന്നുണ്ട് കേട്ടോ. തൂക്കിയതിന് മനസ്സിലാവും. ഒരു ഇത്ര വെയിറ്റിനൊന്നും എഴുതിയിട്ടില്ല, എന്നാൽ തൂക്കിയ വശം മനസ്സിലാവും കേട്ടോ. മാത്രമല്ല നല്ല വിലയുള്ള പടക്കം തന്നെ കേട്ടോ ഗൈസ്. നോക്കി 2500 രൂപയുള്ള വലിയ പടക്കം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത പടക്കത്തിലേക്ക് നീങ്ങിയാലോ ഗൈസ്? നമ്മുടെ അടുത്തത് ഓലപ്പടക്കമാണ് ഗൈസ്, ഓലപ്പടക്കം. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ എടുത്ത് പ്രത്യേകിച്ച് കാണിക്കണ്ട, എല്ലാവർക്കും അറിയുന്ന ഒരു പടക്കമാണിത്, ഓലപ്പടക്കം. അപ്പോൾ നമുക്ക് അടുത്ത പടക്കത്തേക്ക് അധികം വൈകാതെ തന്നെ വേഗം പോവാം ഗൈസ്. അടുത്തത് നമ്മുടെ മേശപ്പൂവ് കേട്ടോ. മേശപ്പൂവ്, ഫ്ലവർ പോട്ട് എന്നൊരു വാക്കുണ്ട്. ഇത് ഞങ്ങൾ ഡിഫറെൻറ്റ് സൈസസ് ആട്ടോ വാങ്ങിയത്. ജൈൻറ്റ്, പിന്നെ എക്സ്റ്റേണൽ ജൈൻറ്റ്, അങ്ങനെ ഓരോ വലുപ്പത്തിലാട്ടോ ഞങ്ങൾ വാങ്ങിയേക്കണത്. ഓരോ വലുപ്പത്തിലെടുത്തിട്ടുണ്ട്. സ്മോള്. കഴിഞ്ഞ തവണ ഞങ്ങൾ വലിയ എണ്ണം വാങ്ങി. അത് പിന്നെ മരത്തിൻ്റെ അവിടേക്കൊക്കെ പൊട്ടിത്തെറിച്ച് മരമൊക്കെ ഒന്ന് ഉണങ്ങി. അതുകൊണ്ടാണ് ഈ തവണ കുറച്ച് ചെറുതൊക്കെ വാങ്ങിയത്. എന്നാലും അത്യാവശ്യം വലുപ്പത്തിൽ നിന്നത് പൊട്ടിക്കോളും ഗൈസ്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് പാർട്ട് 2 ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം.